നീ സൗദി അറേബ്യയിൽ ആലിപ്പഴം വീഴുന്ന കണ്ടിട്ടുണ്ടോ? അബഹയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മരുഭൂമി മാത്രമാണെന്ന് പലരും കരുതിയ ഈ നാട്ടിൽ മേഘങ്ങൾ മലകളെ ചുംബിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? മൂടൽ മഞ്ഞ് വിഴുങ്ങിയ മലനിരകൾ, മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്ന വഴികൾ, മഴ നനഞ്ഞ കാറ്റിൽ കലർന്ന കാട്ടുതേനിൻ്റെ മണവും മലമുകളിലെ സ്ട്രോബെറി തോട്ടങ്ങളും, മരുഭൂമിയിൽ നിന്ന് വിളിച്ച നാടിൻ്റെ മറ്റൊരു മുഖവും. വാ, കാണിച്ചു തരാം. ഒരു വശത്ത് തണുപ്പിൽ വിറയ്ക്കുന്ന അബഹ, മറുവശത്തോ പച്ചപ്പിൽ മുങ്ങിയ അൽബഹ. ഇത് വേറൊരു ലോകം. സൗദിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യ ഭൂമിയിലേക്ക് വാ, നമുക്കൊരു യാത്ര പോകാം. കിലോമീറ്ററാണ് റിയാദിൽ നിന്ന് അബഹയിലേക്കുള്ള ദൂരം. യാത്ര തുടങ്ങി 500 കിലോമീറ്റർ പിന്നിടുമ്പോൾ അവിചാരിതമായി നമുക്ക് ആലിപ്പഴത്തിൻ്റെ മഴ കിട്ടും. ടെയിൽ സ്റ്റോൺ വീണുകൊണ്ടിരിക്കുക. അബഹയിലേക്ക് ഇനി 400 കിലോമീറ്റർ ഉണ്ട് റിയാദിൽ നിന്ന്. ഇവിടെ ഫുള്ള് ആലിപ്പഴം വീണുകൊണ്ടിരിക്കുക. മൊത്തം ഒരു 11 മണിക്കൂർ എടുത്തു അബഹ എത്താൻ. രാത്രി ഏകദേശം 9 മണിയായി നമ്മളവിടെ എത്തിയപ്പോൾ. നേരെ രാവിലെ 8 മണിയായി. ഇതാണ് അവസ്ഥ. കോട പറയാൻ കാത്തുനിന്ന് മണി 9 10 11 നമ്മൾ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് ഫോഗ് വാക്ക് വേയിലേക്കാണ്. ഫോഗൊന്ന് കുറച്ച് നേരത്തേക്ക് മാറിയതും ആലിപ്പഴം വീഴാൻ തുടങ്ങി. ആലിപ്പഴം ആകാശത്തു നിന്ന് വീഴുന്നത് എങ്ങനെയായിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഡ്രോൺ പറത്തി. ഞങ്ങൾ നിന്ന സ്ഥലം കോട വന്ന് മൂടിയെന്ന് പറയുന്നതിലും ശരി, മേഘങ്ങൾ വന്ന് മൂടിയെന്ന് പറയുന്നതായിരിക്കും. മേഘങ്ങൾക്കിടയിലൂടെ അവർ നടന്നു വരുന്നത് ഞാനിങ്ങനെ നോക്കിയിരുന്നു. മുഖത്തേക്ക് തഴുകിയെത്തുന്ന മേഘങ്ങളും ചെറുമഴത്തുള്ളികളും ആലിപ്പഴവും കുട്ടികൾക്കായുള്ള കളിസ്ഥലവും മനോഹരമായ ബോഗൻവില്ലയും. അബഹ യാത്രയുടെ തുടക്കം മനോഹരമായിരുന്നു. ഒരിക്കലെങ്കിലും നീ ഇവിടെ വരണം. സൗദി അറേബ്യ എന്ന രാജ്യത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ അത് മാറ്റും. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു സ്ട്രോബെറി ഫാം കാണാൻ പോയി. ആ മലയോരം ഇറങ്ങുന്ന കുറച്ച് നേരം നമുക്ക് ഫോഗൊക്കെ ഒന്ന് മാറി കുറച്ച് വിസിബിലിറ്റി കിട്ടി. പിന്നെ വീണ്ടും കോടമഞ്ഞി കൂടെ തന്നെ യാത്ര. ഞങ്ങളവിടെ എത്തുമ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 ആയിരുന്നു. വാച്ച് പറയുന്ന സമയം മാത്രമായിരുന്നു ഉച്ച. കാഴ്ചകൾ മറച്ചു വെച്ച ആ കോടയ്ക്ക് പകരം മറ്റൊരനുഭവം ഞങ്ങൾ കിട്ടി. എല്ല് തുളച്ചേർന്ന തണുപ്പിൽ സ്ട്രോബെറി തോട്ടങ്ങൾക്കിടയിലൂടെ സ്ട്രോബെറിയും കഴിച്ച് കുറച്ചേറെ നേരം ചെലവഴിക്കാൻ പറ്റി. അവിടെ നിന്ന് നേരെ പോയത് ഇൻസ്റ്റഗ്രാമിൽ കുറേ വൈറലായിട്ടുള്ള അബഹയിലെ വയലറ്റ് ജാക്രണ്ട പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ആർട്ട് സ്ട്രീറ്റിലേക്കാണ്. നമ്മൾ മാർച്ച് അവസാനമാണല്ലോ പോയത്. പൂക്കൾ വിരിയണമെങ്കിൽ ഏപ്രിൽ പകുതിയെങ്കിലും ആക്കണം. സോ അടുത്ത ദിവസം നമ്മൾ പോകുന്നത് ജബൽ സൗദയിലേക്കാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പർവ്വതങ്ങളുടെ വലിപ്പമുള്ള ഭീമാകാരങ്ങളായ മേഘക്കൂട്ടങ്ങൾ പതിയെ ഞങ്ങളുടെ നേർക്ക് നീങ്ങി വരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ അവ മുഴുവൻ ഞങ്ങളെ വിഴുങ്ങുമെന്നുള്ള തോന്നൽ. ദ മിസ്റ്റ് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഉണ്ട്. അതുപോലൊരു ഫീല്. 5-6 മിനിറ്റുകൾക്കുള്ളിൽ മലകളും മരങ്ങളും ആളുകളും എല്ലാം അപ്രത്യക്ഷമായി. അങ്ങനെ ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഏകദേശ ധാരണയായി. മലയുടെ മുകളിലുള്ള ഗ്രാമങ്ങളിൽ പോയിട്ട് മേഘം വരുന്നേ കാഴ്ച കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താഴ്വാരങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങാൻ തുടങ്ങി. വളഞ്ഞു പൊളഞ്ഞൊരു പാമ്പിനെ പോലെ താഴേക്കിറങ്ങി പോകുന്ന റോഡുകൾ. ഓരോ ഹെയർ പിൻ വളവും പിന്നിടുമ്പോഴും
മേഘങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടോ എന്ന തോന്നൽ. കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കാർ നിർത്തി മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. മലയുടെ നെഞ്ചിലൂടെ വളഞ്ഞെടുക്കുന്ന റോഡ് നേരെ മേഘങ്ങളിലേക്ക് കയറിപ്പോകുന്നത് പോലെ. എവിടെയാണ് മല അവസാനിക്കുന്നത്, എവിടെയാണ് ആകാശം തുടങ്ങുന്നത് എന്നുപോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജബൽ സൗദയിലെ മേഘങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എത്തിയത് ഹണി കോട്ടേജിലേക്കായിരുന്നു. വഴിയിലൂടെ നടക്കുമ്പോൾ ആദ്യം കണ്ണിപ്പെടുന്നത് ആ മരക്കാറ്റാടിയാണ്. യൂറോപ്പിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് പോലെ. ചുറ്റിനും മരത്താൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, കല്ലുകൊണ്ട് തീർത്ത മതിലുകൾ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സ്ഥലം മുഴുവൻ തേനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഐഡിയയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അസീർ മേഖലയിലെ മലമ്പ്രദേശങ്ങൾ നല്ല നിലവാരമുള്ള പ്രകൃതിദത്ത തേനുകൾക്ക് പ്രശസ്തമാണ്. കോട്ടേജിനകത്തേക്ക് കയറുമ്പോൾ പഴയ യൂറോപ്യൻ വീടുകളുടെ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇതിനടുത്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ റിജാൽ അൽമ. ആക്ച്വലി അങ്ങോട്ട് പോണ വഴിക്കാണ് നമ്മളിവിടെ കയറിയത്. റിജാൽ അൽമ വേറെ ഒരു മലയോര ഗ്രാമം മാത്രമല്ല, ഒരു കാലത്ത് അറേബ്യൻ ഉപദ്വീപിലെ പ്രധാന വ്യാപാര പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായിരുന്നു ഇത്. യമൻ, മദീന, സിറിയ, ലബനോൺ, ജോർദാൻ, ഫലസ്തീൻ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്ന കച്ചവട സംഘങ്ങൾ ഈ ഗ്രാമത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒട്ടകങ്ങളുടെ പുറത്ത് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, തേൻ, തുകൽ, വസ്ത്രങ്ങൾ, അങ്ങനെ വിലപിടിപ്പുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന വ്യാപാരികൾക്ക് ഇതൊരു വിശ്രമ കേന്ദ്രവും സുരക്ഷിതമായ താവളവുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന ഉയരം കൂടിയ കൽഗോപുരങ്ങൾക്ക് ഇത്ര പ്രാധാന്യം. ഇവ വെറും വീടുകളായിരുന്നില്ല. വിലപിടിപ്പുള്ള ചരക്കുകൾ സൂക്ഷിക്കാനും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനുമാണ് ഈ ബഹുനില കൽഗോപുരങ്ങൾ നിർമ്മിച്ചത്. ചുറ്റിനും മലകളായതുകൊണ്ട് കൊള്ളസംഘങ്ങൾക്ക് മുതൽ തട്ടിയെടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഏകദേശം 900 വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ ഏറ്റവും പഴയ നിർമ്മിതികൾക്ക്. റിജാൽ അൽമയിൽ നിന്ന് വാദി ലജബിലേക്ക് പോകുന്ന വഴിയുള്ള മലനിരകളാണ് ജബൽ അൽ കഹാർ. ശരിക്കും പറഞ്ഞാൽ ഈ മലനിരകളുടെ ഒരു ഭാഗമാണ് വാദി ലജബ്. അകലെ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ആരോ ഒരു ഭീമൻ പാറ ഉയർത്തി നിവർത്തി വെച്ചതുപോലെയാണ് ജബൽ അൽ കഹാർ ഉള്ളത്. ചുറ്റുള്ള മലനിരകളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൻ്റെ കുത്തനെയുള്ള പാറമതിലുകൾ. ഈ ഗെയിം ഓഫ് ത്രോൺസിലെ വലിയ കോട്ടമതിലില്ലേ അവർ സംരക്ഷിക്കുന്നത്, അതുപോലെ തോന്നും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. കാറ്റും മഴയും ലക്ഷക്കണക്കിന് വർഷങ്ങളായി കൊത്തിയെടുത്ത പാറകൾ, മേഘങ്ങളെ തൊടുന്ന കൊടുമുടികൾ. യമൻ്റെ അടുത്താണ് ഈ സ്ഥലം. ജയ്സാൻ റീജിയൻ ആണിത്. അവിടെയാണ് യമനിൽ നിന്നുള്ളൊരു തേൻ കച്ചവടക്കാരനെ നമ്മൾ പരിചയപ്പെടുന്നത്. അറബി അറിയില്ലെങ്കിൽ ട്രാൻസ്ലേറ്ററിൽ കാണിക്കുക. അന്നത്തെ കാലം മാഫി മുഷ്കിലാണ്. ഇല്ല, പുള്ളി ഒരു പൈസ 50 റിയാലെന്ന് പറഞ്ഞു. വാദി ലജബിൻ്റെയും ജബൽ അൽ കഹാറിൻ്റെയും മലനിരകളിൽ ധാരാളം കാട്ടുമരങ്ങളും പൂച്ചെടികളും ഉള്ളതിനാൽ ഈ പ്രദേശം തേനീച്ച വളർത്തലിന് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ തേൻ വിൽക്കുന്ന ചെറിയ കടകളും ഫാമുകളും ഇടയ്ക്ക് കാണാം. മഴക്കാലം ആയതുകൊണ്ട് ഉച്ച സമയം കഴിഞ്ഞ പോലീസ് വാദി ലജബിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്യാനുണ്ടാവും. ഒന്നില്ലെങ്കിൽ നേരത്തെ വരണം, അല്ലെങ്കിൽ പോലീസ് ഇല്ലാത്ത വേറെ സൈഡിൽ കൂടെ കയറിയാൽ ഉള്ളിൽ ഹൈലക്സ് ഒക്കെ ആയിട്ട് ലോക്കൽസ് ഉണ്ടാവും. നീ അബഹ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. ഭൂമിയുടെ നെഞ്ചിൽ ആയിരക്കണക്കിന് ഭീമന്മാർ വിരലുകൾ അമർത്തി പിടിച്ചതുപോലെ പാറകളിങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഓരോ വരയും ഓരോ ഗർത്തങ്ങളും ഓരോ വിള്ളലുകളും സമയത്തിൻ്റെ കയ്യൊപ്പ് പോലെ. കോടിക്കണക്കിന് വർഷങ്ങളായി കാറ്റും മഴയും ചേർന്ന് എഴുതിയ മഹാകാവ്യം. എനിക്കൊരു പഴയ അറേബ്യൻ കഥ ഓർമ്മ വന്നു. ചിന്നുകൾ ഒരു കാലത്ത് ഈ മലകളിൽ ജീവിച്ചിരുന്നെങ്കിൽ
അവരുടെ സങ്കേതം ഇതുപോലെ ആക്കുമോ? നമ്മുടെ വരവ് കാണുമ്പോൾ അവർ രൂപം മാറി പക്ഷികളായി പറന്നു പോകുന്നതാണെങ്കിലോ? അത് നോക്ക് മുകളിലേക്ക്. മലകൾക്കിടയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ അത് വെറും കാറ്റിൻ്റെ ശബ്ദമല്ലെന്ന് തോന്നും. ആരോ പതിയെ സംസാരിക്കുന്നത് പോലെ, മനുഷ്യർക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിൽ. നടക്ക് പിടിച്ചു. സൂര്യപ്രകാശം ഓരോ പാറയിലും വീഴുമ്പോൾ ആയിരക്കണക്കിന് കൽസൈനികർ ഒരേ ദിശയിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അതെ, ചെരുപ്പ് ഇട്ടിട്ട് പോണ നല്ലത്, അല്ലെങ്കിൽ കാല് മരവിച്ചു പോകും. നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ആ യാത്രയുടെ ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥ എത്തൂലേ? അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി തിരിച്ചറിയാൻ അതിലേക്ക് പോയാലും കുഴപ്പമില്ല. അതൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ വീഡിയോ. ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ബബൂണൊക്കെ വന്നു കഴിഞ്ഞിട്ട് സാഹിന്റെ തലയുടെ മുകളിൽ കൂടെ ഒക്കെ ചാടിയൊക്കെ പോയിട്ട് ഇതായി പേടിച്ചു പോയി. സായി കണ്ടില്ലത്. സായി മറ്റേ സൈഡിൽ കൂടെ ഒറ്റയ്ക്ക്, ഞാൻ വന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണായിരുന്നു സായി. അപ്പോ വലിയ ഹെൽപ്പൊന്നുമില്ല, തന്നെ എല്ലാം ചെയ്തു. പിറ്റേന്ന് നമ്മൾ പോകുന്നത് അബഹയിലെ മുന്തിരിത്തോട്ടങ്ങളിലേക്കാണ്. മുന്തിരി ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ നമുക്ക് അൽബഹയിലേക്ക് പോകാൻ വലിയ തിരക്കില്ലാത്തതുകൊണ്ടും ആളൊന്നിന് എൻട്രൻസ് ഫീ 10 റിയാൽ കൊടുക്കേണ്ടി വന്നത് കൊണ്ടും നമ്മൾ കുറച്ച് നേരം ആ പൈസ മുതലാക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് നമാസ് എന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം മാത്രമേ അൽബഹയിലേക്ക് പോകാൻ നമുക്ക് പ്ലാനുള്ളൂ. നമാസിലേക്ക് പോണ വഴിക്ക് കണ്ട കാഴ്ച, ഫുൾ ഐസ്, ഫുൾ ഐസ്, ഫുൾ ഐസ്. എറിയരുത്. സത്യം പറഞ്ഞാൽ ഞാൻ മൈൻഡ് ഔട്ടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ഈ മലയുടെ പീക്കിലേക്ക് വണ്ടി ഓടിച്ചു പോയാൽ ഇതിലും കൂടുതൽ ഐസും മഞ്ഞ് വീഴ്ചയെല്ലാം ഉണ്ടാവും. പക്ഷേ കട്ട പിടിച്ച കോട വരുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല, പോകാതിരിക്കാനും തോന്നുന്നില്ല. വിസിബിലിറ്റി തീരെയില്ല. ഈ ഒരു ഇതിൽ വണ്ടി ഓടിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. മറ്റേതൊരു ഒരു സർറിയൽ എക്സ്പീരിയൻസ്. റിയാലിറ്റി എന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ട് സ്വപ്നം പോലെ. ഒരു വൈകിട്ടാവുന്നതിന് മുമ്പ് അൽമേക്കർ ടൂറിസ്റ്റ് വില്ലേജിലെത്തണം.
എന്നാലാണ് അൽമേഗറിലെ കുന്നിൻ ചെരുവുകളിലുള്ള ആ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നേരത്തെ കണ്ട അൽമേഗർ പാലസ്. മേഘങ്ങളുടെ ഇടയിൽ കൂടെ കാർ ഓടിച്ചോടിച്ച് അൽമേഗർ എത്തിയപ്പോൾ മേഘങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, സീസൺ നോക്കി യാത്ര പോകണമായിരുന്നു. ഓക്കെ, ഞാൻ ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് അടിച്ച് വീശാണ്. കാറ്റ് പ്രേതഭവനം പോലെയല്ലേ. നമ്മളൊരു മണിക്കൂർ വെയിറ്റ് ചെയ്തു ഇതൊന്ന് മാറിയിട്ട് ആ മലനിരകളുടെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടേ. ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല, നല്ല കാറ്റും നല്ല കോടയും ഒന്നും കാണാനില്ല. ഇവിടെ നിന്ന് ഒരു കണക്കിനാണ് ഡ്രൈവ് ചെയ്ത് നമ്മൾ റൂം കണ്ടുപിടിച്ചത്. റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല, തൊട്ടടുത്ത് ഉള്ള ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ട് അതിലേക്ക് പോയി. കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറന്നു പോകാണ്ട് നോക്കിക്കോട്ടോ. നല്ല സ്വഭാവം. നമാസ് വിട്ട് പിറ്റേ ദിവസം നമ്മൾ അൽബഹയിലേക്ക് യാത്ര തുടർന്നു. അബ്ബഹയിൽ നിന്ന് അൽബഹയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ആദ്യം കയറിയത് റോഡല്ല, അതിൻ്റെ ഇരുവശം അവസാനമില്ലാതെ നീണ്ടു കിടക്കുന്ന പച്ചപ്പായിരുന്നു. സൗദി അറേബ്യയെക്കുറിച്ച് നമ്മൾ പലർക്കുള്ള ചിത്രം നഗരവും മരുഭൂമി മാത്രമാണ്. പക്ഷേ ഈ യാത്ര ആ ധാരണയെ കിലോമീറ്ററോളം നീളത്തിൽ തിരുത്തിക്കൊണ്ടിരുന്നു. ഞാനിത് പറയാൻ കാരണം UAE നമ്മൾ പോകുമ്പോൾ ഒരു പച്ചപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ നീളത്തിൽ ആ ഒരു പച്ചപ്പുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രൈ ലാൻഡാണ്. എന്നാൽ ഈ അബ്ഹ ടു അൽബഹ എന്ന് പറയുന്നത് ഏകദേശം 325 കിലോമീറ്റർ ഉണ്ട്. മലഞ്ചെരുവുകളൊക്കെ പടവുകൾ പോലെ മുറിച്ചൊരുക്കിയ കൃഷിയിടങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ ടെറസ് ഫാമിങ്ങിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾ. ഇതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങൾ നിർത്തി കാണാനുണ്ട്. പക്ഷേ അൽബഹയിൽ ഐസ് വീഴുന്നുണ്ട് എന്നുള്ള റീല് കണ്ടിട്ടാണ് നമ്മൾ അബഹയിൽ നിന്ന് അൽബഹയിലേക്ക് വന്നത്. അൽബഹയിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഫോറസ്റ്റ് പാർക്കുകളാണ്. എനിക്ക് നീലഗിരിയിലെ പൈൻ മരത്തോട്ടങ്ങൾ ഓർമ്മയാണ്. ചിത്രം സിനിമയിലെ ദൂരെ കിഴക്കുതിക്കും ഫ്രെയിം പോലെ 80-90 വർഷങ്ങൾ പഴക്കം ചെന്ന ജൂനിപ്പർ മരങ്ങളാണ് ഇവിടെ കൂടുതൽ. അൽബഹയിലെ കാഴ്ചകൾക്ക് അധികം ആയുസ് ഉണ്ടായില്ല. റഗ്ദാൻ ഫോറസ്റ്റ് പാർക്കിൽ ഞങ്ങളൊരു 4-5 മണിക്കൂർ ചെലവഴിച്ചു. പക്ഷേ നല്ല ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല കട്ട കോട വന്നു കഴിഞ്ഞിട്ട് സ്ഥലം മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങും. ഒരു ഡ്രീമി വൈബ് എക്സ്പീരിയൻസ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പക്ഷേ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല അൽബഹയിൽ അപ്പോഴുണ്ടായിരുന്നത്. അന്ന് രാത്രി ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് ഫോഗ് ഉണ്ടായിരുന്നു. നടന്നു പോണ കാണാനൊന്നുമില്ല. ക്യാമറയ്ക്ക് എവിടെ ബ്ലറി ഉണ്ട്, എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ദിവസം കൂടെ നമ്മൾ കാത്തു. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അങ്ങനെ അർത്ഥമില്ലെന്ന് തോന്നിയപ്പോൾ ട്രിപ്പ് ഷോട്ടാക്കി റിയാദിലേക്ക് മടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. അതെ, 2 ദിവസം നമ്മൾ കട്ട് ഷോട്ടാക്കി. നമ്മൾ ഫോഗ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. കൂടി വന്ന് കുറച്ച് മണിക്കൂറുകൾ, അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഇത് രാത്രിയെന്നില്ല ഉച്ചയെന്നില്ല, അതുപോലെ ഫോഗ്. കാറിൻ്റെ ഓഡോമീറ്റർ 2000 കിലോമീറ്റർ കഴിഞ്ഞു. പക്ഷെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നത് ദൂരമല്ലായിരുന്നു. മേഘങ്ങൾ വിഴുങ്ങിയ മലനിരകൾ, വാദിയിലെ ജബിലെ പാറക്കെട്ടുകൾ, അൽബഹയിലെ വനങ്ങൾ, റിജാൽ അൽമയുടെ കൽഗോപുരങ്ങൾ, സ്ട്രോബെറി തോട്ടത്തിലെ തണുപ്പ്. ചില റോഡ് ട്രിപ്പുകൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയുള്ളതാണ്, ചിലത് ഒരു രാജ്യത്തെ പുതിയ കണ്ണുകളിലൂടെ കാണാൻ. എനിക്ക് അബഹ യാത്ര 2ാമത്തേതായിരുന്നു. നിനക്കോ? The name is Yunus Yusuf, signing off.